ലെക്കോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് കേട്ടത്? അതൊരു ബ്രാൻഡാണ്. അപ്പോൾ ഈ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ബ്രാൻഡാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഒരു സംഭവമാക്കി വരാണെന്നില്ല. ഞാൻ ചോദിക്കാൻ പറ്റുന്ന ലെക്കോസ്റ്റ് എന്ന ബ്രാൻഡിന്റെ ലോഗോ എന്താ? ക്രോക്കഡൈൽ. അത്രക്ക് സംഭവമാക്കണ്ട, മലയാളത്തിൽ പറയാം. മുതല. മുതല. ഇറ്റ്സ് മുതല, നോട്ട് മുതല. ലെക്കോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇപ്പോഴത്തെ ലോഗോ എന്താ? പ്രത്യേകിച്ച് ലോഗോ ഒന്നുമില്ല. റീസൺ? കാരണം അവർ അതിന്റെ പകരം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 10 ജീവികളെ മുതലക്ക് പകരം അവർ ആക്കി. എന്ത് അവർ ഭയങ്കര ഫ്ലോയിൽ വന്നിട്ട് അവർ ആക്കി അന്ന് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയി. അതായത് മനസ്സിലായല്ലോ? എന്ത് മനസ്സിലായിട്ടില്ല? ലോകത്ത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 10 ജീവികളുണ്ട്. ഈ മുതലിന്റെ പകരം അവരെന്താക്കി വരാ ബ്രാൻഡ് ലോഗോ ഈ 10 ജീവികളെ ടീഷർട്ടിൽ അതുപോലെ തന്നെ ഷർട്ടിലൊക്കെ. എപ്പോ? 2018. എന്ത് പരിപാടിയാന്ന് ഓർമ്മയില്ല. ആ പരിപാടിന്റെ ഇടയിലാണ് ഇത് അനൗൺസ് ചെയ്തത്. അതും അറിയില്ല. 85 years ആയിട്ട് ലെക്കോസ്റ്റിന്റെ 2018-19 സമയങ്ങളിൽ ഒരു ഫാഷൻ വീക്ക് നടന്നു. ആ ഒരു ഫാഷൻ വീക്കിൽ വെച്ചിട്ട് ലെക്കോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ ലോഗോയിൽ ഉണ്ടായിരുന്ന ക്രൊക്കോഡൈലിനെ എടുത്ത് മാറ്റിയിട്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 10 ജീവികളെ. യെസ്, റൈറ്റ്. ഇതെല്ലാം ഇത്ര നേരമായിട്ട് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ വേറൊരു കാര്യം കൂടെ എക്സ്ട്രാ ഉണ്ട്. ഈ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളിൽ ഇനി എത്ര ജീവികൾ ഈ ലോകത്ത് ബാക്കിയുണ്ട്, ആ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് മാത്രമേ അവർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് അവർ മാനുഫാക്ചറിംഗിൽ ഇപ്പം എന്താ പറയാ, ഒരു 10 ജീവിയാണെന്നുണ്ടെങ്കിൽ അല്ല, ഒരു ജീവിയാണ്, ഒരു ജീവിന്റെ 10 എണ്ണാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് അവർ 10 ടീഷർട്ട് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതെ, 10 ടീഷർട്ട് മാത്രമാണ് അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. അതെ, അങ്ങനെയാണ് അവർ ആ ഒരു ലൈക്ക് മാർക്കറ്റിംഗ് ടൈപ്പ് അത് ചെയ്തത്. പക്ഷെ ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു നല്ലൊരു സൈഡ് കൂടെ ഉണ്ട് ഇതിന്. ഓർമ്മയില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അത് അവർ ആ ഒരു വൈൽഡ് ലൈഫിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഡൊണേറ്റ് ചെയ്തു. സോ ഇതായിരുന്നു ലെക്കോസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്ത ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ബിസിനസ് എന്ന് പറയാം. യെസ്, കൈൻഡ് ഓഫ് ബിസിനസ് തന്നെ, ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്. കാരണം ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചു ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് വീണ്ടും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. സോ ഇതുപോലെ ഡിഫറെൻ്റ് ആയ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെ നിങ്ങളും ചെയ്യൂ, നിങ്ങളുടെ ബ്രാൻഡും വൈറലാകൂ. എന്നിട്ട് നാളെ ഞങ്ങൾ അതിൻ്റെ സ്റ്റോറിയിൽ ഇവിടെ ഇരുന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റെവിടെയെങ്കിലും ഇരുന്ന് പറയാം. സോ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും ബയോയിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക.